ഞാൻ തന്നില്ലേ ചിരി അതിനകത്തെന്തോ കേട്ടാ. ലുക്ക് കണ്ടിട്ട് വേറെന്തോ പോലെ ഇരിക്കുന്നത്. ഗ്രീൻ കളർ മമ്മിക്ക് ചിന്തനും പിന്നെ ഞങ്ങളുടെ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ ഇന്നലെ എന്താണ് ബ്രോ വീഡിയോ ഇടാഞ്ഞത്? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് മാൻ എന്ന് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ലെന്ന് ഞാൻ ചില്ല് ചെയ്യാൻ പോയിരിക്കുവായിരുന്നു. അപ്പൊ എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയമൊന്നും കിട്ടിയില്ലെന്നേ, അതുകൊണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ സ്വത്തു ഈസ് ബാക്ക് ഫ്രം ദുബായ്. ആക്ച്വലി വന്നിട്ടിരിക്കണം കേട്ടോ. ടെക്നിക്കലി ഇപ്പൊ അവൾ പ്ലെയിനിലായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ നേരെ നമ്മുടെ എയർപോർട്ടിലോട്ട് പോവാണ്. നമ്മുടെ സ്വത്തിനെ വിളിക്കുക. നമ്മുടെ സ്വത്ത് മമ്മിയൊക്കെ വന്നിരിക്കുകയാണ്. സ്വത്തിനെ വന്നിട്ട് ഇവിടെ പിടിച്ചു വെച്ച കാര്യം പാവ സ്വത്ത് ഏതാണ്ടൊക്കെ കൊണ്ടുവന്നായിരുന്നു. പക്ഷെ നമ്മുടെ കസ്റ്റംസുകാരല്ലേ പിടിച്ചത്. അവർ പിടിച്ചു വെച്ച് എത്രയോ വില കൂടിയ ഡ്രോണുകൾ സ്വത്തിൽ നിന്ന് വാങ്ങി ഗൈസ്. ഇത് കണ്ട അവർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ഇത് ഞാൻ വാങ്ങിച്ച സാധനം അവരുടെ മക്കൾക്ക് കൊണ്ട് കൊടുക്കുമായിരിക്കും ചിലപ്പോ. ഡ്രോണുടെ അങ്ങനെ നമ്മുടെ സ്വത്തിനെ ദുബായിൽ നിന്ന് വന്നിട്ട് നേരെ മമ്മീനെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് നേരെ സ്വത്തിനെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം സ്വത്ത് കുറെ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പൊ എന്തായാലും ഇന്ന് പെട്ടിപൊട്ടിക്കൽ ചടങ്ങ് പോലത്തെ വേറൊരു ചടങ്ങാണ്. ആക്ച്വലി കുറെ കാര്യങ്ങളൊക്കെ വരാനുണ്ടല്ലേ സ്വത്ത്? എപ്പോ വരും അത്? എനിക്ക് 7 ദിവസം എടുക്കും. ഞാനത് കുറച്ച് സാധനങ്ങളൊക്കെ കാർഗോയിൽ അയച്ചു വിട്ടു. എനിക്കുള്ള എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? അതൊക്കെ ഞാൻ ഇപ്പഴേ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കഴിച്ച് അവള് അങ്ങനെ ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതും അല്ല. അവിടെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്ന വഴിക്ക് ഇവക്ക് ഇങ്ങനെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയല്ലേ, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടുത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ട് കൊടുക്കുക അങ്ങനെ. എനിക്ക് പക്ഷെ അങ്ങനെ സ്വഭാവമൊന്നും ഇല്ല കേട്ടോ. അമ്മ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സാധനം കൊണ്ടുവരുന്നത്? പിന്നെ ഇതിനു മുമ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് എപ്പാ കഴിക്കാനുള്ളത്? എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല കേട്ടാ. ഞാൻ അങ്ങനെ കൊണ്ടുപോയി. അമ്മ ഇപ്പൊ അപ്പൊ അത് ദുബായ് പോയപ്പോ ഒരു കേട്ടോ. അല്ലാണ്ട് അത് എന്നോട് കൊറേ ഒക്കെ പറഞ്ഞപ്പോ വാങ്ങിട്ട് വന്നേട്ടാ. എന്നാലും പൊതുവെ ഞാൻ ഇപ്പൊ ട്രിപ്പുകളൊന്നും പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് മടുപ്പാട്ടെ. എനിക്കിങ്ങനെ ഞാൻ ചുമ്മാ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ പൊട്ടിക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ചിണ്ടറൊക്കെ കിടന്ന് ഉറങ്ങി കേട്ടോ, ഇല്ലെങ്കിൽ അവനെ കൂടെ ആഡ് ചെയ്യായിരുന്നു. മമ്മിക്ക് ചിന്തനും പിന്നെ ഞങ്ങളുടെ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെയാണ്. ചിന്തനും മിഠായിയാ? ചിന്തനും മിഠായി. ഓ കൊറേ മിഠായി ഉണ്ടല്ലോ. മമ്മിക്ക് എപ്പോഴും മറ്റേ ഓഫീസിൽ പോകാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഒരു വലിയ ബാഗും വേണം. അതിൻ്റെ അത് കുറച്ച് പുസ്തകവും വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് മമ്മി ഈ സാധനം പറയുന്നത്. പക്ഷെ അമ്മക്ക് നല്ല ബാഗൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അമ്മക്ക് ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത്. പുതിയ മോഡൽ ബാഗ്സ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. കുഞ്ഞ് ചെറിയ നല്ല ഈ ഫോണും പേഴ്സും മാത്രം വെക്കാൻ വരുന്ന കുറച്ച് ഇതൊക്കെ ഉണ്ട്. അതൊന്നും മമ്മിക്ക് ഇഷ്ടപ്പെടുന്നു. മമ്മിക്ക് വലിയ ബുക്ക് വെക്കണം. ഈ മിഠായിയൊക്കെ ചിണ്ടറ എടുത്തേക്കണേ. ഇപ്പൊ ദുബായിൽ ട്രെൻഡിങ് ആണെന്ന് പറയുന്ന ഈ മുട്ടായി ഇതൊന്ന് കഴിച്ചു നോക്കി. അമ്മ ഒന്ന് പൊട്ടിച്ച് കഴിച്ചു നോക്കിയേ. അത് പിസ്തയുടെ മാത്രം ഉള്ളൊരു മുട്ടായി. സൂപ്പറാ. ലുക്ക് കണ്ടിട്ട് വേറെന്തോ പോലെ ഇരിക്കുന്നത്. ഗ്രീൻ കളർ പിസ്ത പൊടിച്ചിട്ടിരിക്കുവോ മൊത്തം കേട്ടോ. ഓ പിസ്ത ഇത് സഞ്ജു എന്നോട് എപ്പോഴും പറയുന്നത്. പൊട്ടിക്കാൻ വേണ്ടിട്ടാണ് ആക്ച്വലി ഇത് വ്ളോഗ് എടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് പിസ്ത. എന്നെ ഇഷ്ടമുള്ളവർ പിസ്ത എനിക്ക് തരണം കേട്ടോ. ഓക്കെ, ഇവിടെ വെച്ചേക്കാം. കളഞ്ഞിട്ടുണ്ട് ഗൈസ്. പ്രവാസി അച്ഛന്റെ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ കുറെ പിസ്ത കൊണ്ടുവന്നിട്ടുണ്ടാ എന്നല്ലേ പറഞ്ഞ. ഇതും ചിണ്ടനാണ്. ഓ
ഇത് ലവിന്റെ മിഠായി. ഇത് കൊള്ളാം കേട്ടാ. ചിണ്ടൻ നമുക്ക് ഇതിൽ നിന്ന് 2 കൊടുക്കാം. ഇതൊക്കെ ഞങ്ങളുടെ എന്റെയും മമ്മിയുടെയും ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ്. പറയാനുള്ള വൈറ്റമിൻ സി മമ്മിക്ക്. പിന്നെ ഇതെന്തോ വേറൊരു ക്രീം. ഇത് അച്ഛനാണ് കേട്ടോ സ്പെഷ്യൽ. ആപ്പിളാ? ഇത് അച്ഛനാണ്. ഡൈ അടിക്കുന്ന സാധനമാണോ? ഡൈ അടിക്കുന്ന സാധനം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഒരു ചോക്ലേറ്റ് പറഞ്ഞില്ലേ, ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കുമ്പോ ഒരു നമ്മൾ അന്ന് കഴിച്ചില്ലേ കുണാഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോക്ലേറ്റ് പിസ്ത. അപ്പൊ അതിന്റെ വേറൊരു സാധനമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലേവറാണ്. എല്ലാരും കഴിച്ചിട്ട് അടിപൊളിയാന്നൊക്കെ പറയുന്നത്. ഇതിങ്ങനെ പൊട്ടിച്ച് കഴിക്കുമ്പോ വേറൊരു ടേസ്റ്റ്. ചിണ്ടനും കൂടെ ഇത് കഴിക്കുമ്പോ വേറെ എന്തോ പോലെയൊക്കെ വരും എന്നൊക്കെ പറയുന്നത് ഇതിനകത്ത്. കൊറേ സാധനം ഉണ്ടല്ലോ. അടിപൊളി സ്പ്രേ. ഓ ഗൈസ്, ഡേജാവിന്റെ സ്പ്രേ കണ്ടിട്ട് തന്നെ നല്ലൊരു പ്രീമിയം ലുക്ക് കേട്ടാ. പക്ഷെ ഒരു സിഗരറ്റിന്റെ ലുക്കില്ലേ ഇത് കണ്ടിട്ട്? ഞങ്ങൾക്കൊന്നുമില്ലേ? ചിരി നോക്കി അതിനകത്ത് എന്തോ സാധനം ഉണ്ട് കേട്ടാ. ഇത് ഞാൻ അച്ഛനും സഞ്ജുവിനും ചേട്ടനും അച്ഛൻ ഫുള്ള് ചിരിക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം എനിക്കത് കുട്ടി ഫുള്ള് അച്ഛൻ കുടിച്ചു തീർത്താ. എനിക്ക് വേണ്ട. ഇത് സംഭവം കൊള്ളാം കേട്ടോ. ഇത് ലിമിറ്റഡ് എഡീഷൻ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഞാനൊന്ന് അഴിച്ചു നോക്കട്ടെ. ഇതിന്റെ അടുത്ത് ഗ്ലാസ് കിട്ടുന്നുണ്ടായി? അറിയത്തില്ല. കഴിച്ച് ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ അടുത്ത് ഗ്ലാസ് കിട്ടും കേട്ടോ. അലൂമിനിയം ഗ്ലാസ് ആണ് ഇത്. ഷോർട്ട് ഗ്ലാസ് ആണ് കേട്ടാ. ജാഗറിന്റെ ഗ്ലാസ് 1 2 3 4 5 6 7 8 9 10 ഗ്ലാസ് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ കുപ്പി. 1 ലിറ്റർ ആണ് കേട്ടോ. സത്ത് ലിറ്ററാണ്, 2 ലിറ്റർ അല്ലാണ്. 1 ലിറ്ററാ അല്ല 1.75 ലിറ്റർ ആണ് കേട്ടാ. 1.75 ലിറ്റർ 2 ലിറ്റർ മറ്റേ ഉണ്ടല്ലേ. ഓ അതിന്റെ ജാഗറ കേട്ടാ. എന്റെ മോനെ പൊളിച്ച്. ഇതിനകത്ത് സെലക്ടഡ് 56 ബൊട്ടാണിക്കൽ കോൾഡ് ഇത് സാധാരണ ജാഗർ പോലല്ല. ഇതിന്റെ ഡിസൈനൊക്കെ എന്തോ വ്യത്യാസമുണ്ട്. സംഭവം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. അതിൽ തന്നെ ഷോർട്ട് ഗ്ലാസും കിട്ടിയിട്ടുണ്ട്. ആരും കള്ളൊന്നും കുടിക്കണ്ട കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞൊന്നുമില്ല. നിങ്ങളാരും കുടിക്കില്ല, പക്ഷെ ഞാൻ കുടിക്കും. ഇത് കൊള്ളാം സംഭവം. ഇതിനകത്ത് കുറെ ഹെർബ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാ പറയുന്ന അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇത് ഹെർബ്സ് ആണ്. ഇത് കുടിക്കാം. ആൽക്കഹോളൊന്നും ഇത്തിരി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇഷ്ടം കുടിക്കണ പോലെ. പക്ഷെ ഭയങ്കര എനർജിയാണ് ഈ സാധനം കുടിച്ചു കഴിഞ്ഞാൽ. സ്വത്തും ഐ ലവ് യു, നീയാണ് എന്റെ സ്വത്ത്. ഇതേപോലത്തെ ഗേൾ ഫ്രണ്ട് ആണോ ഗൈസ് നമ്മള് സെറ്റ് ചെയ്യാൻ കണ്ട കുപ്പിയോട്ട് തന്നെ. അത് തന്നെ നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് കൊണ്ടുവരും. ഐ ലവ് യു സ്വത്ത്, ഐ ലവ് യു. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നാണ്ട സൈസ് വ്യത്യാസം കണ്ട. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് ഇത്, ഈ പ്രാവശ്യത്തെ ഇത് പൊള്ളി സാധനം. അപ്പൊ ഗൈസ് ഇത് ഭദ്രമായിട്ട് ഇപ്പൊ വെച്ചേക്കാം. നമുക്ക് നല്ല ഒക്കേഷൻ എന്തെങ്കിലും വരുമ്പോഴാ, അല്ലെങ്കിൽ നാളെ തന്നെ അടിക്കാം. പൊളിച്ചു നോക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഇതാണ്. പക്ഷെ എന്നോട് പറഞ്ഞത് എനിക്കൊന്നും വേണ്ട, എനിക്ക് ഒന്നും കൊണ്ട്. ഞാൻ ഓർത്ത് വേണ്ട, സ്വത്തിനെ കൊണ്ട് ചുമ്മാ പൈസ അധികം കളയൊക്കെ ഉണ്ടാന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു. എന്നാലും സ്വത്ത് കൊണ്ടുവന്നില്ല. അതാണ് ഇന്ന് വന്നപ്പോ തൊട്ട് കേൾക്കണേ എനിക്കെന്താ കൊണ്ടുവന്നേ, എനിക്കെന്താ കൊണ്ടുവന്നേ. അതൊക്കെ അങ്ങനെ പറയും. എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരണം അല്ലേ. ഓ അടിപൊളി സ്മെല്ല് കേട്ടോ. ഡേജാവു എന്ന് പറയുന്ന കമ്പനി ഡേജാവുന്നില്ലേ? അറബെല്ലയുടെ ഒരു സംഭവം കേട്ടോ. അറബെല്ല ഫ്രാഗ്രൻസിന്റെ ഡേജാവു എന്ന് പറയുന്നത്. അതിന്റെ എന്തോ ഇന്നോഗ്രേഷൻ വിളിച്ചിട്ടില്ലേ? പക്ഷെ ഈ സംഭവം നല്ല ക്ലീൻ സ്മെല്ലല്ലേ. നമുക്കിങ്ങനെ ഓവറൊന്നും അല്ല. ലോങ് ടൈം ആയിട്ട് നിൽക്കുന്ന ഫ്രാഗ്രൻസ്. വേറെ എന്താണ്ടും ഇഷ്കും തേജാവും കൂടെ, അത് നല്ല കോമ്പിനേഷൻ ആയിട്ടാ. ഇത് നോക്കിയേ ലുക്കൊക്കെ നോക്കിയേ, അടിപൊളിയല്ലേ. മാറ്റ് ഫിനിഷിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കഴിച്ച് പറയാൻ മറന്നു പോയത്. സ്വത്തുണ്ടല്ലോ, സ്വത്തിന് അറിവ് നിനക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ ചെയ്യോ? നമ്മുടെ ചിണ്ടന് വേണ്ടിട്ട് ഒരു ഡ്രോൺ
ഏതാണ്ട് 10-12,000 15,000 രൂപയുടെ ഒരു ഡ്രോണും വാങ്ങിക്കൊണ്ട് വന്നേച്ചു. എയർപോർട്ടുകാർ പിടിച്ചു വെച്ചു, കസ്റ്റംസുകാർ. എന്നിട്ട് അവരതും കൊണ്ടുപോയി. ഇവളുടെ 15,000 രൂപ പോയി. ഗോവിന്ദ. അതെ, ചിണ്ടൻ എന്നോട് ഇവിടുന്ന് പോയപ്പോ പറഞ്ഞു എനിക്ക് എയറോപ്ലെയിൻ വാങ്ങിക്കണം. അവനിങ്ങനെ തറയിൽ കൂടെ ഓടുന്ന എയറോപ്ലെയിൻ മതിയായിരുന്നു. ഡ്രോണൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഞാനാണെങ്കിലും പറത്തിയാനാ. അത് ക്യാമറ ഒക്കെ ഉണ്ട്, 3-4 ക്യാമറ. അത് ഈ ക്യാമറ റൊട്ടേറ്റ് ഒക്കെ ചെയ്യുന്ന ക്യാമറ ഉള്ള ഡ്രോൺ ഒന്ന്. സത്യം നല്ല രസമുണ്ടായിരുന്നു. മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഡ്രോൺ. അത് ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് നമ്മുടെ ഫോണിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ ആലോചിച്ചു ചിണ്ടത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറത്തുന്നതൊക്കെ. പക്ഷെ എന്നെ പൊക്കി ഗൈസ്, എന്നെ അവിടെ മറ്റേ ആരോ പിടിച്ച് കസ്റ്റംസ് ഈ സാധനം കൂടി സ്വത്ത് വാങ്ങിക്കൊണ്ട് വന്നാണ് കേട്ടോ. തലയിലും കൈക്കിലൊക്കെ ഇടുന്ന സാധനം. ചില വീഡിയോസിലൊക്കെ കാണാൻ പറ്റില്ല, ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോ ഇങ്ങനെയൊക്കെ അതുപോലെ മേക്കപ്പ് ഒക്കെ ഇടുമ്പോ ഇങ്ങനെ. ഗൈസ്, ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇത് കണ്ട തുലാഭാരം നടത്താനുള്ള പഴങ്ങളാണ് ഗൈസ് വീട്ടിൽ വാങ്ങി വെച്ചിരിക്കുന്നത്. അടുത്ത ദിവസം ഒരു തുലാഭാരം ഉണ്ട്, ഞാൻ ബ്ലോഗിനകത്ത് കാണിച്ചു തരാം കേട്ടാ.